പത്തരമാറ്റിലാണെങ്കിൽ നമ്മുടെ നയനയും നവ്യയും നന്ദുവിനെ കൈയോടെ പിടികൂടുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് നയനയും നമ്മുടെ നവ്യയും പെട്ടെന്ന് മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നന്ദു ഫോൺ കട്ട് ചെയ്യുകയും തുടർന്ന് കള്ളം പറയുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ നയനയും നന്ദുവും ഫോൺ ചെക്ക് ചെയ്യുകയും ഒടുവിൽ അനിത ആരാണ് എന്ന് ചോദിക്കുകയും അനിതയുടെ നമ്പർ കാണുമ്പോൾ ഇത് അനിയുടെയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് നന്ദു ആണെങ്കിൽ തനിക്ക് അനിയെ മറക്കാൻ പറ്റില്ലെന്നും തനിക്ക് അനിയുമായിട്ടൊരു ജീവിതമാണ് ഇഷ്ടമെന്നും അനിയെ താൻ ഒരുപാട് പ്രണയിക്കുന്നുണ്ടെന്നും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും പറയുന്നു? നമ്മുടെ നന്ദു പറയുകയാണ്. തുടർന്ന് ആദർശാണെങ്കിൽ നമ്മുടെ അനന്തപുരി തറവാട്ടിലാണെങ്കിൽ എല്ലാവരെയും കേക്ക് കട്ട് ചെയ്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് നവ്യ ആയിരുന്നല്ലോ പ്രശ്നം. ശത്രുത വെടിഞ്ഞതിൻ്റെ പേരിൽ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ഗോവിന്ദൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്ത് അവർ സന്തോഷത്തോടെ കഴിക്കുന്നുണ്ടെന്ന് കാണാം. ഇവിടെ നന്ദുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ആദർശും നവ്യയും ഒരുങ്ങുന്നു.